സംസ്ഥാനത്തെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ കാസർഗോഡ് ജില്ലയിലെ തദ്ദേശഭരണ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു കൂടിക്കാഴ്ചയും സംവാദം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ കാസർഗോഡ് ജില്ലയിലെത്തി തദ്ദേശഭരണ സ്ഥാപന ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചത്. കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ഡി അനിൽ പ്രസാദ്, കമ്മീഷൻ അഡ്വൈസർ ഡോക്ടർ കെ ഹരിക്കുറുപ്പ് എന്നിവരും ചെയർമാനോടൊപ്പം ഉണ്ടായിരുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ ചർച്ചാ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് ഓഹരി വെക്കുന്നതിലൊക്കെ തന്നെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സിറ്റിംഗ് നടത്തുന്നത്. ജനകീയാസൂത്രണത്തിന്റെ ആരംഭകാലം മുതലേ തന്നെ ഇതിന്റെ കൂടെ അതിന്റെ എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് അതിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ച ഹരിലാൽ സാറാണ് 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്നതുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, DPC അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ്.എൻ. സരിത, കെ ശകുന്തള, ജാസ്മിൻ കബീർ, എം റീത്ത, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TK രവി, AP ഉഷ, M കുമാരൻ, ഗാദർ ബദ്രിയ, VV സജീവൻ, M ധന്യ, JS സോമശേഖര, ജീൻ ലവീനോ മന്ദാരോ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനപ്രതിനിധികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം സർക്കാരിന് ശുപാർശ നൽകുമെന്ന് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ പറഞ്ഞു. അപ്പോ കമ്മീഷന്റെ റിപ്പോർട്ടിൽ 2 ഭാഗങ്ങളാണ്, രണ്ട് റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുക. ആദ്യത്തെ റിപ്പോർട്ടിൽ നികുതിയേതര ഫണ്ടുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് കമ്മീഷൻ ശുപാർശകളുടെ രൂപത്തിൽ വെക്കുന്നത്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ റോഡ് മെയിൻ്റനൻസിൻ്റെയും നോൺ റോഡ് അസറ്റ്സ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും ജനറൽ പർപ്പസ് ഫണ്ടും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഫണ്ടും മറ്റ് ഗ്രാന്റുകളുമൊക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ച് വർഷാവർഷങ്ങളിലെ ബജറ്റ് വഴിയായിട്ട് നൽകുക. ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ചാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ഇതിന് കേരളം മാതൃകയാണ്. കൃത്യമായ ഇടവേളകളിൽ ധനകാര്യ കമ്മീഷനെ കേരളം നിയോഗിച്ചിട്ടുണ്ട്. ചെയർമാനും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയും കമ്മീഷൻ അംഗങ്ങളാണ്. കേരളത്തിൽ ഇതുവരെ എല്ലാ ധനകാര്യ കമ്മീഷനുകളും സമയബന്ധിതമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാരുകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.